മംഗല്യത്താലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് ഓർത്തുകൊണ്ട് ഹരി പല സ്ഥലത്തു കൂടി കയറിയിറങ്ങി. പക്ഷേ നല്ലൊരു ജോലി പോലും അവന് ലഭിച്ചില്ല. ആകെ കൂടി 15 ലക്ഷത്തിനും 20നും ഇടയ്ക്ക് ഒരു തുക മാത്രം അവൻ്റെ അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇത്രയും വലിയൊരു കമ്പനിയും ഓഫീസും സെറ്റപ്പും ഒക്കെയായി നടന്നിട്ട് ഒടുവിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഉറപ്പായും ഫിലിപ്പ് സഹായിച്ചേനെ. അമ്മ ഒരാൾ കാരണമാണ്. എന്തൊക്കെയോ പറഞ്ഞ് അയാളെ പേടിപ്പിച്ചു. അല്ലായിരുന്നെങ്കിൽ ഫിലിപ്പിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രം താൻ കയറി വന്നേനെ. പലവിധ ഓർമ്മകളാൽ തികട്ടി വന്ന സങ്കടം ഉള്ളിലൊതുക്കി ഹരി നടന്നു വരികയാണ്. അന്നും ഒരു ജോലി തേടി ഇറങ്ങിയതായിരുന്നു ഹരി. പല വഴിയിലൂടെ അലഞ്ഞ് ഒടുവിൽ അവൻ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി. സമയം അപ്പോൾ 9 മണി കഴിഞ്ഞു. മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെയാണ് മടക്കം. ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ ഇതിനോടകം അവൻ ഫദ്രയ്ക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കുവാൻ ഫോൺ അത്യാവശ്യമായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ബീന ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നിരുന്ന ഭദ്ര പിന്നീട് ഒഴിഞ്ഞു മാറി. എന്നും അവിടേക്ക് ചെന്നാലും അവർക്ക് ബുദ്ധിമുട്ടാകും ഹരിയേട്ട. ഇപ്പോൾ ഫോണും ഉണ്ടല്ലോ, ഞാൻ ഏട്ടനെ വിളിച്ചോളാം. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്നേ ഉള്ളൂ, ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നില്ല. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട ഭദ്ര, അത് സേഫ് അല്ലെന്നേ. ഹരി കുറേ പറഞ്ഞു നോക്കി. ഏട്ടൻ അങ്ങനെ പേടിക്കാതെ, ഇവിടേക്ക് എന്തോരം വീടുകളുണ്ട്. അങ്ങനൊന്നും മഹാലക്ഷ്മി മാഡത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഉറപ്പാ. പേടിച്ചു വിറച്ച് തൻ്റെ പിന്നിൽ ഒതുങ്ങിക്കൂടി നിന്ന പെൺകുട്ടിയാണോ ഇതെന്ന് ഹരി ഓർത്തുപോയി. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് നടന്നു വരികയാണ് ഹരി. ഭദ്രയെ വിളിച്ചു. ഹലോ ഏട്ടാ. ആ, ഞാൻ ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഓട്ടോ ഒന്നും കിട്ടിയില്ല ഹരിയേട്ടാ. ഇല്ലെന്നേ, മാക്സിമം 9:30. അതുവരെ ഓട്ടോയൊക്കെ കിടക്കൂ. ശോ, ഇനിയിപ്പോൾ അരമണിക്കൂർ നടക്കണം അല്ലേ ഏട്ടാ? മടുത്തോ? ആ, അത് സാരമില്ലടാ, മടുപ്പൊന്നുമില്ല. എപ്പോഴും വണ്ടിയിൽ തന്നെ ആയാലും കുഴപ്പമല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാം. ഭദ്രയോട് സംസാരിച്ച് ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ഹരി പിന്നെയും മുൻപോട്ട് നടന്നു. അപ്പോഴാണ് ഒരു ബെൻസ് കാർ വഴിയിൽ കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ഹരി ആ വാഹനത്തിൻ്റെ അരികിലെത്തിയ ശേഷം ഒന്ന് മുഖം തിരിച്ചു നോക്കി. നെഞ്ചുവേദന എടുത്ത് പൊളയുന്ന ഒരു മനുഷ്യനെയായിരുന്നു അവൻ കണ്ടത്. ഹരിയെ കണ്ടതും അയാൾ തൻ്റെ നെഞ്ചിലടിച്ചു കാണിക്കുകയാണ്. അവനും എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യമൊന്ന് പകച്ചുപോയി. കാറിൻ്റെ ലോക്ക് മാറ്റിയിട്ട് അയാൾ മരണവെപ്രാളത്തോടെ വലതുകൈ പുറത്തേക്കിട്ടു. ഹരി പിന്നെ ഒന്നും നോക്കിയില്ല. ഡോർ തുറന്ന് അയാളുടെ നെഞ്ചിൽ ആഞ്ഞമർത്തിക്കൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ ഇടിച്ചു നോക്കിയപ്പോൾ അയാളുടെ കിതപ്പ് കുറഞ്ഞു വരുന്നതായി അവന് തോന്നി. സാർ, ഹോസ്പിറ്റലിൽ പോകാം നമുക്ക്? അവൻ ചോദിച്ചപ്പോൾ അയാൾ മെല്ലെ തല അനക്കി കാണിച്ചു. പിന്നീട് അവൻ ഒരു പ്രകാരത്തിൽ അയാളെ താങ്ങി എഴുന്നേൽപ്പിച്ച് പുറത്തേക്കിറക്കി. ശേഷം പിന്നിലെ ഡോർ തുറന്ന് ആ സീറ്റിലേക്ക് ഇരുത്തി. മിനറൽ വാട്ടർ ഇരിക്കുന്നത് കണ്ടപ്പോൾ അല്പാൽപമായി അവൻ വെള്ളം കൊടുത്തുകൊണ്ടേയിരുന്നു. ആർത്തിയോടെ അയാൾ അത് കുടിക്കുകയാണ്. സാർ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്താം. ടെൻഷൻ അടിക്കണ്ട, സാറിന് ഒരു പ്രോബ്ലവുമില്ല. അയാളെ ആശ്വസിപ്പിച്ച ശേഷം ഹരി വണ്ടി മുന്നോട്ടെടുത്തു പോയി. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചേരണമെങ്കിൽ 3/4 മണിക്കൂർ എങ്ങനെയും എടുക്കും, അവൻ ഓർത്തു. വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകുകയാണവൻ. ഈശ്വര, ഈ മനുഷ്യന് ആപത്തൊന്നും വരുത്തല്ലേ. ആ ഒരു പ്രാർത്ഥനയേ ഉള്ളായിരുന്നു ഹരിക്കപ്പോൾ. ഇടയ്ക്കൊക്കെ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സീറ്റിൽ ചാരിക്കിടക്കുകയാണ് ആ അപരിചിതൻ. സാർ, ഹരി ഉച്ചത്തിൽ വിളിച്ചു. അയാൾ ഒന്ന് പതിയെ മൂളി. ഇപ്പം തന്നെ ഹോസ്പിറ്റലിലെത്തും, സാർ പേടിക്കൊന്നും വേണ്ട. അയാൾ പിന്നെയും മൂളി. ഹോസ്പിറ്റലിൽ എത്തിയപാടെ ഹരി സെക്യൂരിറ്റീസിനെ ഉറക്കെ വിളിച്ചു. അവർ സ്ട്രെച്ചറുമായി പാഞ്ഞു വന്നു. 2-3 പേര് കൂടി അയാളെ സ്ട്രെച്ചറിലേക്കെടുത്ത് വേഗത്തിൽ കിടത്തി. ഹരി പാർക്കിങ്ങിലേക്ക് വണ്ടിയിട്ട ശേഷം എമർജൻസി വിഭാഗത്തിലേക്ക് ഓടിക്കയറി ചെന്നു. ഈ പേഷ്യൻറ്റിൻ്റെ പേരും ഡീറ്റെയിൽസുമൊക്കെ ഒരു സിസ്റ്റർ വന്നിട്ട് അവനോട് ചോദിച്ചു. സിസ്റ്റർ, എനിക്ക് ഇയാളെ നേരിട്ട് പരിചയമില്ല. ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ
വഴിയിൽ കാർ നിർത്തിയിട്ട് വയ്യാണ്ട് കിടക്കുമായിരുന്നു ഇദ്ദേഹം. എനിക്കങ്ങനെ പരിചയം മാത്രമേ ഉള്ളൂ. അവൻ അത് പറയുകയും ആ സിസ്റ്റർ ഹരിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സത്യമാണ് സിസ്റ്റർ ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. അപ്പോഴേക്കും മറ്റൊരു സിസ്റ്റർ വന്നിട്ട് അയാളുടെ പോക്കറ്റിൽ കിടന്ന എന്തൊക്കെയോ രേഖകൾ ചെക്ക് ചെയ്യുന്നത് ഹരി കണ്ടു. 2-3 ഡോക്ടേഴ്സ് ചേർന്ന് അയാളെ പരിശോധിക്കുന്നുണ്ട്. ഹരിയോട് പുറത്തേക്ക് വെയിറ്റ് ചെയ്യുവാൻ അവർ പറഞ്ഞു. ആ സമയത്ത് അവൻ്റെ മൊബൈൽ ഫോൺ ഇരമ്പി. നോക്കിയപ്പോൾ ഫദ്രയായിരുന്നു. വീട്ടിലെത്തേണ്ട സമയമായിട്ടും തന്നെ കാണാഞ്ഞ് ഭദ്ര വിളിക്കുന്നതാണെന്ന് അവന് മനസ്സിലായി. ഹലോ ഭദ്ര. ഹരിയേട്ടാ, ഇതെവിടെയാ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഭദ്രയുടെ ആകുലത നിറഞ്ഞ ശബ്ദം അവൻ കാതിൽ കേട്ടു. എടോ, ഞാനിപ്പോൾ ടൗണിലെ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവൻ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടതും ഭദ്ര ഉറക്കെ നിലവിളിച്ചു. അയ്യോ, എന്തു പറ്റി ഹരിയേട്ടാ? ഭദ്ര, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരാളെയും കൂട്ടി വന്നതാ. നടന്ന കാര്യങ്ങളൊക്കെ അവൻ ഭദ്രയോട് വിശദീകരിച്ചു. എൻ്റെ ഈശ്വര, എന്നിട്ടിപ്പോൾ അയാൾക്ക് എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല. ഡോക്ടേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭദ്ര, തനിക്ക് ഒറ്റയ്ക്ക് പേടിയുണ്ടോ? ഞാൻ ബീന ചേച്ചിയോട് വിളിച്ചു പറയട്ടെ, തനിക്കൊന്ന് കൂട്ടിരിക്കാൻ? വേണ്ട ഹരിയേട്ടാ, തൽക്കാലം ഒന്നും പറയണ്ട. ഈ സമയത്തൊക്കെ അവരെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? പിന്നെ താൻ എങ്ങനെയാ ഭദ്ര? അതൊന്നും സാരില്ല. ഇവിടെ അടുത്ത് വീടുകളുണ്ടല്ലോ, പിന്നെ ഫോണുമുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഭദ്രയോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഹരിയെ സിസ്റ്റർ വന്നു വിളിച്ചത്. ഫോൺ കട്ടാക്കിയ ശേഷം അവൻ അകത്തേക്ക് കയറി ചെന്നു. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. എമർജൻസി ആയിട്ട് സർജറി വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾ കൈവിട്ടു പോകും. കാർഡിയോളജി വിഭാഗത്തിലെ മെയിൻ ഡോക്ടർ അവനോട് വിശദീകരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളായി. സർജറി ചെയ്യുന്നതിനായി ഏകദേശം 2 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. ഇവിടെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ പേഷ്യൻറ്റിനെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ അയാളുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. അവിടെ വരെ എത്തുമോ എന്ന് പോലും യാതൊരു ഉറപ്പുമില്ല. എങ്ങനെ ആയാലും താൻ ആലോചിച്ച് മറുപടി പറയൂ. തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തിയാണെന്നല്ലേ പറഞ്ഞത്? ഇത്രയും വലിയൊരു തുക. ഡോക്ടർ ഹരിയെ നോക്കി. ഡോക്ടർ, പണം ഞാൻ അടച്ചോളാം. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ എന്താ പറയേണ്ടത്? ജീവൻ രക്ഷിക്കുവാനാണ് എമർജൻസി ആയിട്ട് സർജറി ചെയ്യുന്നത്. 100-95% ആളുകളും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഇദ്ദേഹവും അങ്ങനെ ആകണമെന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കൂ. ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണുള്ളത്. ECGയിൽ വന്ന വേരിയേഷനെക്കുറിച്ചും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുമൊക്കെ ഡോക്ടർ ഹരിയെ കാണിച്ചു കൊടുത്തു. എങ്കിൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് ഡോക്ടർ സർജറിയുടെ കാര്യങ്ങൾ നടത്തിക്കോളൂ, ഹരി പറഞ്ഞു. ഓക്കെ. ഡോക്ടർ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അക്കൗണ്ടിൽ ക്യാഷ് കിടപ്പുണ്ട്. ഏകദേശം 15 ലക്ഷത്തിന് മുകളിലാകുവാനാണ് സാധ്യത. അതിൻ്റെ കൂടെ ബാക്കി ക്യാഷും റെഡിയാക്കി എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് തട്ടിക്കൂട്ടുവാനായിരുന്നു ഹരിയുടെ പ്ലാന്. അതിൻ്റെ ഓട്ടത്തിലായിരുന്നു അവനും. പക്ഷേ ബാങ്ക് മാനേജരെ കാണാൻ സാധിക്കാഞ്ഞപ്പോൾ അവൻ തൻ്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കുകയായിരുന്നു. എമർജൻസി വിഭാഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം ഹരി വീണ്ടും കാര്യങ്ങളൊക്കെ ഭദ്രയെ ധരിപ്പിച്ചു. ഒരു ജീവൻ രക്ഷിക്കാനായാൽ അത് വലിയ കാര്യം തന്നെയാണ് ഹരിയേട്ടാ. ഈ 2 ലക്ഷം രൂപയെന്ന് പറയുന്നത് നമുക്ക് വലിയ തുക തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ്റെ ആയുസ് അത് ഹരിയേട്ടൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഏട്ടൻ മറ്റൊന്നും നോക്കണ്ട. ആദ്യം അദ്ദേഹത്തെ രക്ഷിക്കുക, എന്നിട്ട് മതി ബാക്കിയെല്ലാം, അവൾ പറഞ്ഞു. ശരി ഭദ്ര, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് ഹരി ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. രവിചന്ദ്രൻ നായർ, മതിലകം ഹൗസ്, എറണാകുളം സൗത്ത്. അഡ്രസ്സ് വായിച്ചു നോക്കിക്കൊണ്ട് ഹരി വെളിയിൽ കിടന്ന കസേരയിലിരിക്കുകയാണ്. ഒരു സിസ്റ്ററാണ് ആ അപരിചിതൻ്റെ പോക്കറ്റിൽ നിന്നും ഈ രേഖകളൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അപ്പോഴേക്കും 1-2 പോലീസുകാർ അവൻ്റെ അരികിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്നായിരുന്നു അവർ എത്തിയത്. താങ്കളാണോ കുറച്ചു മുന്നേ ആ പേഷ്യൻറ്റിനെ എത്തിച്ചത്? ഒരു പോലീസുകാരൻ മുൻപോട്ട് വന്ന് ഹരിയോട് ചോദിച്ചു. അതെ സാർ, ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. എന്താണ് തൻ്റെ പേര്? ഹരി തൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവരോട് പറഞ്ഞു. ഒപ്പം കയ്യിലിരുന്ന രേഖകളും കൈമാറി.
ഉം, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ വിളിക്കും. താൻ സ്റ്റേഷനിലേക്കൊന്ന് വരണം. ശരി സാർ. ഹരി തല കുലുക്കി. ഇടയ്ക്കൊക്കെ അവൻ്റെ ഫോണിലേക്ക് ഭദ്ര വിളിക്കുന്നുണ്ട്. സർജറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ അവളോട് പറഞ്ഞു. ഒപ്പം പോലീസ് വന്നതും. ഹരിയേട്ടാ, എന്തെങ്കിലും കുഴപ്പമാവോ? ഒരാളെ രക്ഷിക്കാൻ നോക്കിയിട്ട് അവസാനം നമ്മൾ ഏതെങ്കിലും കുരുക്കി ചെന്ന് ചാടുമോ? എനിക്ക് പേടിയാവുന്നു. ഏയ്, താൻ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം വയ്യാതെ കിടന്നതല്ലേ. ഞാൻ നടന്നു വന്നപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് മാത്രം. അതിൽ കൂടുതലൊന്നുമില്ല ഭദ്ര. എന്നാലും ആരെങ്കിലും വല്ല കള്ളക്കേസും ഉണ്ടാക്കുമോ? ഒന്നാമത് നമുക്ക് സമയദോഷമാണ്. ഇല്ലടോ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ റോഡിലൂടെ നടന്നു വരുന്ന വഴിക്ക് മിക്കവാറും വീടുകളിലൊക്കെ CCTV ഉള്ളതാ. അപ്രതീക്ഷിതമായി അവരെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം അന്നേരമല്ലേ. എന്നാലും എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു ഹരിയേട്ടാ. പോലീസ് മറ്റെന്തെങ്കിലും ചോദിച്ചോ? ഇല്ലെന്ന്. ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ബന്ധുക്കളൊക്കെ കൂടെ കാണേണ്ടതല്ലേ. ഇതിപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് നമുക്കാർക്കും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് പോലീസെ വിളിച്ച് വിവരം അറിയിക്കുമെന്ന് റിസപ്ഷനിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് സേഫ്. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പോലീസിനോട് പറഞ്ഞല്ലോ. ഇനി ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. പോലീസ് വന്നു എന്നറിഞ്ഞതാണ് ഭദ്രയെ വല്ലാണ്ട് ഭയപ്പെടുത്തിയ കാര്യമെന്ന് ഹരിക്ക് തോന്നിയിരുന്നു. അവളോടത് പറഞ്ഞത് അബദ്ധമായിപ്പോയി. ഒരു നെടുവീർപ്പോടു കൂടി ഹരി സെറ്റിൽ ചാരിക്കിടക്കുകയാണ്. ആ മനുഷ്യൻ്റെ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ തനിക്ക് പോകായിരുന്നു. ഭദ്ര ഒറ്റയ്ക്ക് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയാലും ആ അഡ്രസ്സ് വെച്ച് അവർ വേഗം കണ്ടെത്തുമായിരിക്കും. വെളുപ്പിന് 1 മണിയായി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ. ആൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അപകടനില അദ്ദേഹം തരണം ചെയ്തുവെന്നുമൊക്കെ ഡോക്ടേഴ്സ് ഇറങ്ങി വന്നിട്ട് ഹരിയെ അറിയിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. വേറെ എന്തെങ്കിലും കേസായിരിക്കുമെന്നാണ് ഹരി കരുതിയത്. രവിചന്ദ്രമേനോൻ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ച് ആ സ്ത്രീ അലമുറയിടുന്നത് കേട്ടപ്പോൾ ഹരി മുഖം ചെരിച്ചു നോക്കി. അപ്പോഴേക്കും 1-2 സിസ്റ്റേഴ്സ് വന്നിട്ട് അവരോട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഹരിയാണ് പേഷ്യൻറ്റിനെ കൊണ്ടുവന്നതെന്ന് ഒരു സിസ്റ്റർ പറഞ്ഞപ്പോൾ ആ സ്ത്രീയും 2 പെൺകുട്ടികളും കരഞ്ഞുകൊണ്ട് അവൻ്റെ നേർക്ക് കൈകൂപ്പി. പേടിക്കൊന്നും വേണ്ട സാർ, ഓക്കെയാണ്. സർജിക്കൽ ICUവിൽ കയറി ആർക്കെങ്കിലും കാണാൻ പറ്റും കേട്ടോ. അവൻ പറഞ്ഞതും അവർ നന്ദിയോടെ തലകുലുക്കി. ഞാനെങ്കിൽ പൊയ്ക്കോട്ടെ, വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ, നാളെ വരാം. മോൻ്റെ പേരെന്താ? പെട്ടെന്ന് അവർ ചോദിച്ചു. എൻ്റെ പേര് ഹരിനാരായണൻ. ഞാനൊരു അത്യാവശ്യത്തിന് ടൗണിൽ വരെ പോയതായിരുന്നു. മടങ്ങി വരുമ്പോഴാണ് സാറ് വയ്യാണ്ട് കാറിൽ കിടക്കുന്നത് കാണുന്നത്. ഹരി ഒന്നുകൂടി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ട് വൈകാതെ അവിടെ നിന്നും ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ പാടെ ഹരി ഭദ്രയെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ എത്തിയെന്നുള്ളത് അറിയിച്ചു. സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ഇനി എന്താകുമെന്നറിയാതെ ഭദ്ര ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഹരിയേട്ടൻ ഇനി എങ്ങനെയാ വരുന്നേ? ഈ സമയത്ത് വണ്ടിയൊക്കെ കിട്ടുമോ? ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഞാൻ അവിടേക്ക് ചെന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചു വരാം. എന്നാൽ ശരി, ഹരിയേട്ടൻ വെച്ചോ. ആ, പെട്ടെന്ന് വരാം, ടെൻഷൻ ആവണ്ട കേട്ടോ. ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഹരി വഴിയിലേക്ക് ഇറങ്ങി. 2-3 ഓട്ടോറിക്ഷ കിടപ്പുണ്ടായിരുന്നു. ആദ്യത്തെ ഓട്ടോയിൽ കയറിയിട്ട് അവൻ പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം ദൂരമുണ്ട് ഹരി താമസിക്കുന്ന സ്ഥലത്തേക്ക്. എങ്ങനെയൊക്കെ ആയാലും 500 രൂപയ്ക്ക് മുകളിലാവും. വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് വഴിയരികിൽ ഒരു തട്ടുകട അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തുമോ? ഹരി പറഞ്ഞതും ഓട്ടോറിക്ഷക്കാരൻ വണ്ടി ഒതുക്കി നിർത്തി. 4-5 ചൂട് ദോശയും ചമ്മന്തിയും ഓംലറ്റുമൊക്കെ അവൻ പാഴ്സലായിട്ട് വാങ്ങി. വിശന്ന് പൊരിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോഴേക്കും വിശപ്പൊക്കെ എങ്ങോട്ടോ പോയിരുന്നു. ചേട്ടാ, കട്ടൻ ചായ വേണോ? ഹരി ചോദിച്ചതും ഓട്ടോ ഡ്രൈവർ വേണ്ടെന്ന് തലയിളക്കി കാണിച്ചു. വാ ചേട്ടാ, ഒരു കട്ടൻ കുടിക്കാം. ഹരി പിന്നെയും നിർബന്ധിച്ചപ്പോൾ അയാൾ മടിയോടെ ഇറങ്ങി വന്നു. ഏതോ വലിയ വീട്ടിലെ പയ്യനാണെന്ന്
ഹരിയെ കണ്ടപ്പോൾ തന്നെ ആ ഡ്രൈവർക്ക് തോന്നിയിരുന്നു അതായിരുന്നു അയാൾക്ക് മടിയും. തുടരും.